മലപ്പുറം ഊട്ടി സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ്സുണ്ട്. ഈ ബസ് ഇടയ്ക്കിടെ കോടതി അങ്ങ് ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഓരോ തവണയും സ്റ്റേഷൻ മാസ്റ്റർ ഉറപ്പ് കൊടുക്കും, ഞാൻ പൈസ അടച്ചോളാം. കോടതി ബസ് വിട്ടുകൊടുക്കുകയും ചെയ്യും. എന്താണ് ഈ കേസെന്നല്ലേ? സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് കാര്യം. മലപ്പുറത്തു നിന്ന് ഊട്ടിയിലേക്ക് നിറയെ യാത്രക്കാരുമായി ഈ ആനവണ്ടി എല്ലാ ദിവസവും രാവിലെ പോകും. പക്ഷേ ചില ദിവസങ്ങളിൽ റൂട്ട് മാറ്റി കോടതി കയറേണ്ടി വരും. ജപ്തിയാണ്. KSRTCയുടെ ഏതെങ്കിലും ബസ് എവിടെയെങ്കിലും അപകടമുണ്ടാക്കുകയോ കേസിൽപ്പെടുകയോ ചെയ്താൽ പണി കിട്ടുക ഈ പാവത്തിനാണ്. 2018 കോഴിക്കോട് ഡിപ്പോയിലെ ബസ് പാലക്കാട് വെച്ച് ഒരാളുടെ മരണത്തിനിടയാക്കിയ കേസിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും മലപ്പുറം ഊട്ടി ബസ് കോടതി കയറിയിരുന്നു. ഇത് നമ്മളെ ബസ് ഈ വണ്ടി അപകടമാക്കിയിട്ടുള്ള കേസുകളല്ല. അത് പുറമേയുള്ള വണ്ടികൾ അപകടം ചെയ്തിട്ട് കേസ് വരുന്നത് മഞ്ചേരി MSCT കോടതിയിലാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് മുന്നിൽ കൂടെ പോകുന്ന ബസ് ഇതായതുകൊണ്ട് മാത്രമല്ല, ഇത് ഇൻട്രസ്റ്റഡ് പെർമിറ്റുള്ള വണ്ടിയാണ്. ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ യാത്രക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പൈസ കൊടുത്തിട്ട് ഇറക്കുന്നതാണ് പരിപാടി. KSRTCയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കേണ്ട ഏതെങ്കിലും കേസ് വന്നാൽ വക്കീലന്മാർ ഈ ബസ് ജപ്തി ചെയ്യാനാണ് ആവശ്യപ്പെടുക. മലപ്പുറം ജില്ലയിൽ നിന്ന് KSRTCയുടെ ഏക അന്തർ സംസ്ഥാന സർവീസാണ് മലപ്പുറം ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിലേത്. നല്ല കളക്ഷനുമുണ്ട്. ഈ ബസിന്റെ സർവീസ് മുടങ്ങിയാൽ കോർപ്പറേഷൻ സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് വേഗം നഷ്ടപരിഹാരം നൽകി കോടതിയിൽ നിന്ന് ബസ് മോചിപ്പിക്കും. അതുകൊണ്ടാണ് വക്കീലന്മാർക്ക് ഈ ബസ് ജപ്തി ചെയ്യിക്കാൻ ഇത്ര താല്പര്യം. വേറെ എത്ര ബസ്സുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പിടിക്കൂല. ഇത് പിടിച്ചാൽ പെട്ടെന്ന് ഇറക്കാൻ പൈസ കൊടുക്കും. വണ്ടി അന്നെ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് പൈസ അവിടെ അക്കൗണ്ടിൽ മാറി കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യും. അതാണ് പരിപാടി. ഇതുവരെ ഈ ബസ് 20 തവണ ജപ്തി ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ നഷ്ടപരിഹാര തുകയായി കെട്ടിവെച്ചാണ് വണ്ടി കോടതിയിൽ നിന്നിറക്കുക. ഈ ബസ്സിന്റെ വലിയ അപകടമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മേജർ ആക്സിഡന്റുകളൊന്നും ഇല്ല. വളരെ കുറവാണ്. ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ചുരം വളവൊക്കെ തിരിവൊക്കെ അല്ലേ. അങ്ങനെയല്ലാതെ വലിയൊരു അപകടം എന്നുള്ളത് തോന്നുന്നില്ല. ഇല്ല. ജീവനക്കാർക്കിടയിൽ ജപ്തി ബസ് എന്നൊരു പേരുകൂടിയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാണ് കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരുന്നതെങ്കിലും പരാതിയില്ല. പുറത്തിറങ്ങിയാൽ തലയെടുപ്പോടെ നേരെ ഊട്ടിയിലേക്ക്. ലക്ഷങ്ങൾ കൊടുത്തല്ലേ തന്നെ കോർപ്പറേഷൻ ഇറക്കിക്കൊണ്ടുവന്നത് എന്ന ഭാവത്തിൽ. ഏത് KSRTC ബസ് അപകടം വരുത്തിവെച്ചാലും ഒരു വലിയ അപകടം പോലും വരുത്തിവെക്കാത്ത ഈ ഊട്ടി ബസ്സിനാണ് ജപ്തി നടപടി നേരിടേണ്ട വിധിയുണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.